എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് പേജ് നമ്പർ 37 ലെറ്റസ് അനലൈസ് എന്നുള്ള ആ ഒരു ഭാഗമാണ്. ഓക്കെ, ഒരു പട്ടാളക്കാരന്റെ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് സെന്റൻസ് അദ്ദേഹം പറയുന്നതായിട്ടാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരേ സെന്റൻസിലേക്ക് പോകാം. ഓക്കെ, ഒന്നാമത്തെ സെന്റൻസ് ഇവിടെ തന്നിരിക്കുന്നത് യു ഷുഡ് ഹൈഡ് ഇൻ എ ലോഫ്റ്റ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സെന്റൻസ് പറഞ്ഞിരിക്കുന്നത് യു ഷുഡ് ഹൈഡ് ഇൻ എ ലോഫ്റ്റ്, അതായത് യു എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ, ഷുഡ് എന്ന് വെച്ചാൽ ഉറപ്പായും, ഹൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിച്ചിരിക്കണം, ഇൻ എ ലോഫ്റ്റ് എന്ന് വെച്ചാൽ തട്ടും പുറത്ത്. രണ്ടാമത്തെ സെന്റൻസ് വന്നിരിക്കുന്നത് യു മസ്റ്റ് ഹാങ് ഓൺ, ഡു യു ഹിയർ, അതായത് നീ ഈ പ്രയാസത്തിന്റെ സമയത്തിനെ അതിജീവിക്കണം, നീ കേട്ടോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ലുക്ക് അറ്റ് ദ യൂസ് ഓഫ് ഷുഡ് ആൻഡ് മസ്റ്റ് ഇൻ ദ എബവ് സ്റ്റേറ്റ്മെന്റ്സ്, അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മുകളിൽ തന്നിരിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റിൽ ഷുഡ് എന്നും മസ്റ്റ് എന്നും ഉപയോഗിച്ചിരിക്കുന്നത് എബവ് സ്റ്റേറ്റ്, അവ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഡു യു തിങ്ക് ദ വേർഡ്സ് കൺവേ, നിങ്ങൾ എന്താണ് ആ വാക്കുകൾ കൺവേ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളോട് പറയുന്നതായിട്ട് നമുക്ക് തോന്നിയത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായത്. ഓക്കെ, ഇവിടെ നമുക്ക് പറയാം ഒന്നാമത്തെ സെന്റൻസ് ലുക്ക് അറ്റ് ദ യൂസ് ഓഫ് ഷുഡ് ആൻഡ് മസ്റ്റ് ആൻഡ് എബവ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? യു ഷുഡ് ഹൈഡ് ഇൻ ദ ലോഫ്റ്റ്, അതായത് നീ തട്ടിമ്പുറത്ത് ഒളിച്ചിരിക്കണം. ഇൻ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ ദ സോൾജിയർ എന്ത് ചെയ്യുന്നു? ഇൻസ്ട്രക്ട്, അതായത് ഒരാൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ആ ആളോട് എന്താണ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ അയാളോട് ഇന്നത് ചെയ്യണം എന്ന് പറയുവാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അയാളെ ഒരു കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്തി ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കിക്കുകയാണ്. ദ പിയാനിസ്റ്റ് ടു ഹൈഡ് ഇൻ ദ ലോഫ്റ്റ്, ആ പിയാനിസ്റ്റിനോട് ലോഫ്റ്റിൽ അല്ലെങ്കിൽ തട്ടിമ്പുറത്ത് ഒളിച്ചിരിക്കണം എന്നുള്ള കാര്യം ഒരു ഇൻസ്ട്രക്ഷൻ പോലെ, ഒരു ടീച്ചിങ് പോലെ, ഒരു ആജ്ഞ പോലെ പഠിപ്പിച്ചെടുക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നോക്കിയേ. യു മസ്റ്റ് ഹാങ് ഓൺ, ഡു യു ഹിയർ, നീ അവിടേക്ക് ഒളിച്ചിരിക്കണം, നീ കേൾക്കുന്നുണ്ടോ. ദ സെക്കൻഡ് ഈസ് എ സ്ട്രോങ് റെക്കമെൻഡേഷൻ ടു റിമെയിൻ ഹോപ്പ്ഫുൾ, അതായത് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെക്കമെൻഡേഷൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ സോൾജിയർ ആ പിയാനോയിസ്റ്റിനോട് ഒരു കാര്യം സജസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ ഒരു റെക്കമെൻഡേഷൻ കൊടുക്കുകയാണ്, നല്ലതാകാൻ ഉചിതമായ ഒരു കാര്യം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? ടു റിമെയിൻ ഹോപ്പ്ഫുൾ, അതായത് നീ പ്രതീക്ഷയോടെ നിൽക്കണം, അതിനു വേണ്ടിയിട്ട്. അപ്പൊ നീ ഈ ഡിഫിക്കൽറ്റി ഉള്ള സമയത്ത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള സമയത്ത് നീ പ്രതീക്ഷയോടെ നിൽക്കണം എന്നാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, നൗ ഹൗ വുഡ് യു അഡ്വൈസ് ദ പിയാനിസ്റ്റ് ഗീവൺ ഹിസ് സിറ്റുവേഷൻ. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, നമ്മൾ എങ്ങനെ ഈ പിയാനിസ്റ്റിനെ ഉപദേശിക്കും ഗീവൺ ദിസ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ, ഇങ്ങനെയുള്ള ഈ ഒരു അവസരത്തില് നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തെ ഉപദേശിക്കുക? ആരെ? പിയാനോയിസ്റ്റിനെ. യൂസ് ഷുഡ്, ഷുഡ് നോട്ട്, മസ്റ്റ്, മസ്റ്റ് നോട്ട്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഷുഡ് ഉപയോഗിക്കണം, ഷുഡ് നോട്ട് ഉപയോഗിക്കണം, മസ്റ്റ് ഉപയോഗിക്കണം, മസ്റ്റ് നോട്ട് ഉപയോഗിക്കണം. ഓക്കെ, യു മസ്റ്റ്, ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരെണ്ണം തന്നിട്ടുണ്ട്. യു മസ്റ്റ് കീപ് യുവർ സെൽഫ് വാം, അതായത് നീ നിന്നെ തന്നെ നല്ല ചൂടുള്ള സ്ഥലത്ത് നിർത്തണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ തണുപ്പ് കാലത്ത് നീ നല്ല ചൂടായിട്ട് പുതപ്പുകളൊക്കെ പുതച്ച് നിൽക്കണം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളോട് ഇതിനകത്ത് ഷുഡ് ഉപയോഗിച്ചുള്ള ഒരു സെന്റൻസ് നമുക്ക് നോക്കാം. യു ഷുഡ് വാർപ്പ് യുവർ സെൽഫ് ഇൻ ബ്ലാങ്കറ്റ്സ് ഓർ ന്യൂസ് പേപ്പേഴ്സ് ടു കൺസേർവ് ബോഡി ഹീറ്റ്, അതായത് യു ഷുഡ് എന്ന് വെച്ചാൽ നീ ഉറപ്പായിട്ടും, വാർപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതിയുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇവരോട് പറഞ്ഞിരിക്കുന്ന കവർ ചെയ്തിരിക്കണം യുവർ സെൽഫ്, നിന്നെ തന്നെ, ഇൻ ബ്ലാങ്കറ്റ്സ്, ഏതിലാണ്? ബ്ലാങ്കറ്റിലായിരിക്കണം. ബ്ലാങ്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, കമ്പിളി പുതപ്പിൽ. ഓർ ന്യൂസ് പേപ്പേഴ്സ്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ. ടു കൺസേർവ് ബോഡി ഹീറ്റ്, അവിടെ കൺസേർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സംരക്ഷിക്കുക, അല്ലെങ്കിൽ അതിനെ പ്രിസർവ് ചെയ്ത് നിർത്തുക. എന്താണ്? ബോഡി ഹീറ്റ്, അതായത് ശരീരത്തിലെ ചൂടിനെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് നീ എന്ത് ചെയ്യണം? ഈ ബ്ലാങ്കറ്റിൽ കവർ ചെയ്തിരിക്കണം. ഇവിടെ ഷുഡ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഓക്കെ, അടുത്തതായിട്ട് ഉറപ്പായിട്ടും രണ്ടാമതായിട്ട് ഷുഡ് നോട്ട് എന്നുള്ള വാക്കാണ്. യു ഷുഡ് നോട്ട് അപ്രോച്ച് ദ വിൻഡോ ഡ്യൂറിങ് ഡേ ലൈറ്റ്,
ഇറ്റ് ഈസ് ടു റിസ്കി. ഇവിടെ പറയുന്നത് എന്താണ്? യു ഷുഡ് നോട്ട്, നീ പോകരുത്, അല്ലെങ്കിൽ നീ പോകരുത്, അല്ലെങ്കിൽ അടുക്കരുത്. അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കരുത്, അല്ലെങ്കിൽ ചെല്ലരുത്, അല്ലെങ്കിൽ അടുത്തേക്ക് ചെല്ലരുത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. യു ഷുഡ് നോട്ട് അപ്രോച്ച് ദ വിൻഡോ. വിൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ജനൽ. ഡ്യൂറിങ് ഡേ ലൈറ്റ്, അതായത് ഡ്യൂറിങ് ഡേ ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ സമയം. ഇറ്റ് ഈസ് ടു റിസ്കി, ഇത് വളരെ അപകടം നിറഞ്ഞതാണ്. മൂന്നാമതായിട്ട് തന്നിരിക്കുന്ന യു മസ്റ്റ് സ്റ്റേ കംപ്ലീറ്റ്ലി സൈലന്റ് വെൻ ഫുഡ് സ്റ്റെപ്സ് ആർ ഹേർഡ് നിയർ ബൈ. ഓക്കെ, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? യു മസ്റ്റ് സ്റ്റേ കംപ്ലീറ്റ്ലി സൈലന്റ്, അതായത് നീ എന്ത് ചെയ്യണം? കംപ്ലീറ്റ്ലി, പൂർണ്ണമായിട്ടും എന്താണ്? സൈലന്റ് ആയിരിക്കണം, നിശബ്ദമായിരിക്കണം. വെൻ ഫുഡ് സ്റ്റെപ്സ് ആർ ഹേർഡ്, കാൽപാദത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ, കാലടിയൊച്ച കേൾക്കുമ്പോൾ നീ പൂർണ്ണമായും നിശബ്ദനായിരിക്കണം. ഹേഡ് നിയർ ബൈ, അടുത്ത് നിന്ന്, നിന്റെ അടുത്ത് നിന്ന് കാൽപാദത്തിന്റെ ഒച്ച കേൾക്കുമ്പോൾ നീ പൂർണ്ണമായും നിശബ്ദനായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തത്, യു മസ്റ്റ് നോട്ട് ലീവ് എനി ട്രേസ് ഓഫ് ദാറ്റ് കുഡ് റിവീൽ യുവർ ഹൈഡിങ്. അതായത് നീ ഒരു കാരണവശാലും നിന്റെ ഒരു അടയാളം പോലും, അല്ലെങ്കിൽ നീ ഉള്ളതായിട്ടുള്ള ഒരു സജഷൻ പോലും, അല്ലെങ്കിൽ ട്രേസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സജഷൻ എന്നോ ഹിന്റ് എന്നോ ഡാഷ് എന്നോ ഡ്രോ ഒക്കെ പറയാം. അപ്പൊ ഹിന്റ് എന്ന് പറയാം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞാൽ? യു മസ്റ്റ് നോട്ട് ലീവ്, അതായത് നീ ഒരിക്കലും ഉപേക്ഷിക്കരുത് എനി ട്രേസ്, അതായത് നിന്റെ സാന്നിധ്യം കാണുവാനായിട്ടുള്ള ഒരടയാളവും. ഓക്കെ, എന്താണ്? ദാറ്റ് കുഡ് റിവീൽ യുവർ ഹൈഡിങ് പ്ലേസ്, നിന്റെ ആ ഒളിച്ചിരിക്കുന്ന സ്ഥലം മറ്റുള്ളവർക്ക് മനസ്സിലാകുവാൻ പാകത്തിനുള്ള ഒരടയാളവും നീ വെക്കരുത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇനി നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സിയിലേക്കാണ് പോകുന്നത്. അത് അല്പം ലോങ് എക്സസൈസ് ആണ്. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിലേക്ക് പോകാം.